100 തീപ്പൊരി ചിന്തകൾ എന്ന ബുക്കിൽ നിന്നാണ് നമ്മൾ വായിച്ചുകൊണ്ടിരുന്നത്. എടുത്തെറിയലിനെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. രേണു സുധി എടുത്തെറിഞ്ഞൊരു വ്യക്തിയാണെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. നമ്മളെക്കുറിച്ചും ഈ സന്ദർഭത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടതാണ്. എടുത്തെറിയൽ നടന്നില്ലെങ്കിലും ഇനേർഷ്യയും കംഫർട്ട് സോണും വെടിഞ്ഞ് ചെയ്യുന്ന ജോലിയിൽ തീപ്പൊരി കണ്ടെത്താൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? എനിക്ക് എന്ത് ചെയ്യാനാവും? സ്വയം മൂർച്ച പിടിപ്പിക്കാൻ, പുതിയ കഴിവ് നേടാൻ, ബന്ധം സ്ഥാപിക്കാൻ, പുതിയ ഒരു കാൽവെപ്പ്, ഒരു എക്സ്ട്രാ മെയിൽ സാധിക്കുമോ? മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ പറഞ്ഞൊരു സെന്റൻസ്, വിശ്വാസത്തോടെ ആദ്യ ചുവട് വയ്ക്കുക. കോണിപ്പടി മുഴുവൻ കണ്ടതിന് ശേഷം മാത്രമേ ആദ്യ ചുവട് വയ്ക്കൂ എന്ന് ശഠിക്കാതിരിക്കുക. മാർട്ടിൻ ലൂതർ കിങ് ആഫ്രിക്കൻ അമേരിക്കൻ സ്വാതന്ത്ര്യ സമര നേതാവായിരുന്നു. അദ്ദേഹം വെടിയേറ്റാണ് മരിച്ചത്. ജോൺ എലിയട്ട് പറഞ്ഞൊരു സെന്റൻസും കൂടി ഞാൻ നിങ്ങളോട് പറയാണ്. ലോകത്ത് മാറ്റത്തിന്റെ വിത്ത് വിതച്ചിട്ടുള്ളവരൊക്കെ വട്ടന്മാരായി മുദ്ര കുത്തപ്പെട്ടിട്ടുണ്ട്. അവർ പറഞ്ഞത് ശരിയാണെന്ന് തെളിയുന്നത് വരെ വട്ടന്മാർ എന്ന് തന്നെയാണ് അവരെ പറയുന്നത്. അത് കഴിഞ്ഞാൽ അവരെ പ്രതിഭകൾ എന്ന് വിളിച്ച് ലോകം വാഴ്ത്തും. അത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണോ? ആദ്യം വട്ടന്മാര്, ഭ്രാന്തന്മാര് എന്നൊക്കെയാണ് പറയുക. പിന്നെ അവരെ പ്രതിഭകളാക്കും. അവർ മരിച്ചതിന് ശേഷമാണ് പ്രത്യേകിച്ച് അങ്ങനെ സംഭവിക്കാറ്. ശ്രീബുദ്ധൻ പറയുന്നത്, ഈ ജീവിതം എന്തിനു വേണ്ടിയെന്ന് കണ്ടെത്തുകയാണ് നിങ്ങളുടെ ദൗത്യം. നിങ്ങളെല്ലാവരും ഒരു ദൗത്യത്തിന് വേണ്ടിയിട്ടാണല്ലോ വന്നിരിക്കുന്നത് ഈ ലോകത്തില്. അത് കണ്ടെത്തി കഴിഞ്ഞാൽ മുഴു ആത്മാവോടും മുഴു ഹൃദയത്തോടും കൂടി അതിലേക്ക് സ്വയം എടുത്തെറിയുക. സ്വയം എടുത്തെറിയലിൻ്റെ ആവശ്യകത ശ്രീബുദ്ധൻ പോലും പറഞ്ഞിട്ടുണ്ട്. സ്റ്റീവ് ജോബ്സ് പറയുന്നു, ഒരു വലിയ ആശയം തലയ്ക്ക് പിടിച്ചിട്ടുള്ളവരൊക്കെ മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽ പൊടി വട്ടന്മാരാണ്. അത് അവഗണിച്ച് മുന്നോട്ട് പോവുക. അങ്ങനെ മാത്രമേ മാറ്റമുണ്ടായിട്ടുള്ളൂ. എല്ലാവരും പോകുന്ന വഴിയെ പോകാനായി അത് പ്രത്യേകിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഒരു എക്സാമ്പിൾ ഇപ്പോൾ അടുത്ത് വാട്സാപ്പിൽ കണ്ടതാണ്. ഒരു തീ കൂട്ടിയിട്ടിരിക്കുന്നു. ആ തീയുടെ ചുറ്റും ഒരാൾ ഓടുന്നു. അയാളുടെ ചുറ്റും കുറേ പശുക്കൾ ഓടുന്നു. അല്ലെങ്കിൽ താറാവിനെ ആയാലും അത് ഓടിപ്പിച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ വട്ടത്തിൽ, പിന്നെ ആൾ മാറിയാലും അവരിങ്ങനെ വട്ടം തിരിഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ പോകാനായിട്ട് ആർക്കും സാധിക്കും? അങ്ങനെയാണോ നമ്മൾ ചെയ്യേണ്ടത്? ഓരോരുത്തരുടെയും ദൗത്യം വ്യത്യസ്തമല്ലേ? എല്ലാവരും ഒരു അച്ചിലൂടെയാണോ കടന്നു പോകേണ്ടത്? അങ്ങനെയാണെങ്കിൽ ഈ ലോകത്തിൽ എന്തൊരു സൗന്ദര്യമുള്ളത്! വ്യത്യസ്തതയിലല്ലേ സൗന്ദര്യം നിലനിൽക്കുന്നത്. ഒരു സെന്റൻസും കൂടി പറഞ്ഞിട്ട് നമുക്ക് ഈ ഭാഗം അവസാനിപ്പിക്കാം. ഓരോ വ്യക്തിക്കും ഈ ജീവിതത്തിൽ അവനവൻ്റെതായിട്ടുള്ള ഒരു ദൗത്യം പൂർത്തിയാക്കാനുണ്ട്. രേണുസുധിക്ക് രേണുസുധിയുടെ ദൗത്യമാണ്. രേണുസുധിയെ പോലെ വേറൊരാൾ ചിന്തിച്ചിട്ട് കാര്യമില്ല. രേണുസുധിയെ പോലെ ഒരൊറ്റ പീസേ ഉള്ളൂ രേണുസുധി. അവിടെ അവന് പകരം വെക്കാൻ ആരുമില്ല. ഈ ജീവിതത്തിന് ഒരു ബദൽ ജീവിതവുമില്ല. അതുകൊണ്ട് അവനവൻ്റെതായിട്ടുള്ള ദൗത്യം തിരിച്ചറിയുക എന്ന പോലെ പ്രധാനമാണ്. ഈ ദൗത്യ നിർവഹണത്തിന് വീണു കിട്ടിയിരിക്കുന്ന അവസരത്തെ തിരിച്ചറിയുക. വിക്ടർ ഫ്രാങ്ക് ആണ് ഇത് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ദൗത്യം നിർവഹണത്തിന് ഈ ജീവിതം മാത്രമേ ഉള്ളൂ. ഈ ജീവിതം കർത്തവ്യങ്ങളും കർമ്മങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സൃഷ്ടിച്ചിട്ടുള്ളത്. മറ്റുള്ളവർ അങ്ങനെ കർത്തവ്യങ്ങൾ ചെയ്യുമ്പോൾ കാണുമ്പോൾ വിമർശിച്ചുകൊണ്ട് അത് അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്ന് പറഞ്ഞിരിക്കുകയല്ല. അവരെ കർത്തവ്യങ്ങൾ ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഡ്രോബാക്സ്, ഫോൾട്ട്സ്. ഇപ്പോൾ നമ്മുടെ ഇലക്ട്രിക് ബൾബ് കണ്ടുപിടിച്ച തോമസ് ആൽവ എഡിസൺ എത്ര പരീക്ഷണങ്ങൾ നടത്തിയതിന് ശേഷമാണ് ഫിലമെന്റ് കണ്ടുപിടിച്ചത്, കത്താൻ സാധിക്കുന്നത്. എത്ര പരാജയങ്ങൾ അദ്ദേഹം ഏറ്റുവാങ്ങിയിട്ടുണ്ട്. ഈ പരാജയങ്ങൾ എന്ന് പറയുന്നതാണ് ആ വിജയത്തിന്റെ ചവിട്ടുപടിയാണ്. അപ്പം അതുകൊണ്ട് പ്രവർത്തിക്കുന്നവരെ കല്ലെറിയാതിരുന്നാൽ നല്ലത്. പക്ഷെ കല്ലെറിയും എന്ന് വിചാരിച്ചുകൊണ്ട് വേണം പ്രവർത്തിക്കുന്നവർ സഞ്ചരിക്കാൻ. മാങ്ങയുള്ള മാവിലെ കല്ലേറ് വരികയുള്ളൂ.